മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക് ട്രെയിനിൽ പോകാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിനിൽ പോകാം എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ട്രെയിൻ മാർഗം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് കാസർഗോഡാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വെറും 8.3 കിലോമീറ്റർ മാത്രമാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ട്രെയിൻ നമ്പർ 16604 മാവേലി എക്സ്പ്രസിലാണ് നമ്മുടെ യാത്ര. തിരുവനന്തപുരത്ത് നിന്നും എല്ലാ ദിവസവും രാത്രി 7:25 ആരംഭിച്ച് ആലപ്പുഴ വഴി മംഗലാപുരം വരെ പോകുന്ന ഒരു ട്രെയിനാണ് മാവേലി എക്സ്പ്രസ്. ട്രെയിൻ കൊല്ലത്തെത്തുന്ന സമയം രാത്രി 8:30 നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ആണ് എടുത്തേക്കുന്നത്. കൊല്ലത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് 325 രൂപയാണ്. ഏകദേശം 10 മണിക്കൂറോളം യാത്രയുണ്ട് കൊല്ലത്ത് നിന്ന് കാസർഗോഡ് വരെ. ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 7:15 കഴിഞ്ഞപ്പോൾ കാസർഗോഡ് എത്തി. ട്രെയിൻ കറക്റ്റ് സമയത്താണ് ഓടുന്നതെങ്കിൽ ഒരു 6:45 7 മണിക്ക് മുമ്പ് കാസർഗോഡ് എത്തുന്നതാണ് കേട്ടോ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് സൈഡിലായിട്ട് AC വെയിറ്റിംഗ് ഹാൾ കാണാൻ സാധിക്കും. മണിക്കൂറിന് 30 രൂപയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കേട്ടോ. അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടുവെക്കാം. 15 രൂപയാണ് ചാർജ് 24 മണിക്കൂറത്തേക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം രാവിലെ 8:15 കഴിഞ്ഞു. ഇനി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പുറത്ത് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് 10 രൂപ ബസ് ടിക്കറ്റ് എടുത്ത് നേരെ പുതിയ ബസ് സ്റ്റാൻഡ് എത്തണം. നമ്മൾ 8:25 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ബസ് കയറി 8:35 ആയപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും മധൂര് പോകാൻ ബസ് കിട്ടും. അങ്ങനെ 8:40 ആയപ്പോൾ ബസ് കയറി മധൂര് പോകുവാണ്. 15 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ബസ് ചാർജ്. ക്ഷേത്രത്തിന് മുൻപിൽ വരെ പോകുന്ന ബസ്സാണിത്. അതായത് ലാസ്റ്റ് സ്റ്റോപ്പ് ക്ഷേത്രമാണ്. അങ്ങനെ കറക്റ്റ് രാവിലെ 9:15 ആയപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി കേട്ടോ. കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ പരമശിവനും വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന സിദ്ധി വിനായകനുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. എന്നിരുന്നാലും ഈ മഹാക്ഷേത്രത്തിൽ കൂടുതൽ പ്രസിദ്ധി മഹാഗണപതി ഭഗവാനാണ്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി കാശ്യ വിശ്വനാഥൻ, ദുർഗാ പരമേശ്വരി, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, വീരഭദ്രൻ, ഹംസരൂപത്തിലുള്ള ഭഗവാൻ ശിവൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കുമ്പളസീമ എന്നറിയപ്പെടുന്ന മായിപ്പാടി ദേശത്തെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കേട്ടോ. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ച് അധിക നേരം ക്ഷേത്രത്തിൽ ഇരുന്നതിന് ശേഷം ഇവിടെ അടുത്തുനിന്ന് തന്നെ പ്രഭാത ഭക്ഷണവും കഴിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12:30 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല റെസ്റ്റോറന്റ് ആണ്. നമ്മുടെ ഉച്ചഭക്ഷണം അവിടുന്ന് കഴിച്ചതിന് ശേഷം രാത്രിത്തേക്കുള്ള ഫുഡും നമ്മൾ അവിടുന്ന് തന്നെ പാഴ്സൽ മേടിക്കുകയാണ്. തിരിച്ചുള്ള യാത്ര ട്രെയിൻ നമ്പർ 16348 ട്രിവാൻഡ്രം എക്സ്പ്രസിലാണ്. 330 രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും മാംഗ്ലൂർ സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 2:25 ആരംഭിച്ച് കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ്. ഉച്ചയ്ക്ക് 2:25 മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ കാസർഗോഡ് എത്തുന്ന സമയം 3 മണിക്കാണ്. ട്രെയിൻ കൊല്ലത്തെത്തുന്നത് അർദ്ധരാത്രി 2:30 കേട്ടോ.